നമുക്കൊരു കാറ് വാങ്ങിക്കാം ചേട്ടാ. വിചാരിച്ച സമയത്ത് ഒരു വണ്ടി കിട്ടില്ലേ, അതാ ഏറ്റവും വലിയ പ്രശ്നം. ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്തായിരുന്നു നമുക്ക്. അത് പിരിവേറല്ലേത്? അവരുടെ കണ്ണ് പെട്ട് കഴിഞ്ഞാൽ 1000-1500 റുപ്യ എഴുതും, അത് കൊടുക്കണ്ടേ? നമ്മുടെ കയ്യിലുണ്ടല്ലോ, കൊടുത്താ പോരെ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉത്സവ സമയമാണ്. ഓരോ അമ്പലക്കാർ ഇങ്ങനെ പിരിവ് വെച്ച് വരും. അവർക്ക് 1000-1500 എണ്ണി കൊടുക്കാൻ നമ്മുടെ വേണ്ടേ? ചേട്ടാ ഇത് ദൂരം കൂടുതലാന്നേ, ഒരുപാട് നടക്കണം. ഒരു 1.5 കിലോമീറ്റർ അധികം ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഈ വഴിക്കാണ്ട് പോയി കഴിഞ്ഞാൽ 1000 റുപ്യ ലാഭമില്ലേ? 1000 രൂപയ്ക്ക് വേണ്ടിട്ടാണോ ഇത്ര നടക്കുന്നത്? പിന്നെ മീനൊന്നും കിട്ടിയില്ലേ? മീനൊന്നും കിട്ടിയില്ല. തക്കാളിക്കറിയും ചമ്മന്തി. ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവിടെ നോക്കിയമ്മേ, എപ്പോഴും വാങ്ങിക്കാറില്ലേ ആ കട, അവിടെ നോക്കിയപ്പോഴത്തേക്ക് ചീത്ത മീനായിരിക്കുന്നത്. പിന്നെ അത് വാങ്ങിച്ചില്ലേ. അല്ലെങ്കിൽ നീ പോയാൽ എന്നും കെട്ട മീനല്ലേ കിട്ടത്തുള്ളൂ. അമ്മ ഇത് പറയുമെന്ന് അറിയുന്നോണ്ടാ ഞാൻ വാങ്ങിക്കാഞ്ഞത്. അല്ല, അതുകൊണ്ടല്ല. ആ ഗിരിരാജൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ എന്തോന്നും കൂട്ടി ചോറ് കൊടുക്കും. ഒരു ഇച്ചിരി മീനിന്റെ മണം ഇല്ലെങ്കിൽ അവൻ ഒരു പിടി ചോറ് തിന്നത്തില്ല. ചെറുക്കൻ അമ്മ വരുന്നവരെ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു മുട്ട വറുത്തെങ്ങാനും കൊടുക്കും. അയ്യോ, അതൊന്നും അവൻ അതും കൂട്ടി വന്നത്. ഒരു ഇത്തിരി നല്ലതുപോലെ ചോറ് ഞാൻ അവൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. അവൾ ഇനി അവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആർക്കറിയാം. ദൈവമേ, കഷ്ടം. ചേച്ചി ചിലപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടാവും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട, ഞാൻ പോയി നോക്കാം. നീ ഇതങ്ങോട്ട് ഉണ്ടാക്ക്. മുട്ട വറുക്കണോ? വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ എങ്ങനെയാ പോയി? പുറത്തിറങ്ങിയേക്കണേ? പുറത്തിറങ്ങിയതല്ല, ഞാൻ തങ്കലത്തിച്ച് വീട്ടിൽ ഇത്തിരി കറി എടുക്കാൻ പോയതാ. അപ്പൊ നിങ്ങളെ കണ്ടോണ്ട് ഇവിടെ നിന്നതാ. താമസിച്ചതെന്ത്? നമ്മുടെ വീട്ടിലേക്ക് തീരണോടത്ത് അവിടെ റോഡ് പണി നടക്കുക. അപ്പൊ അങ്ങോട്ട് വണ്ടി പോയില്ല. അവിടുന്ന് ഇങ്ങോട്ട് ഈ വളവ് വരെ നടന്നു വരണം. ഞാൻ പോയിട്ട് വരട്ടെ. നിങ്ങൾ കറി കറിയൊന്നും വെച്ചില്ലേ ചേച്ചി? ഇല്ലടി, കറി വെച്ചില്ലെന്ന്. ചെരുപ്പ് അകത്തിണ്ടായിരുന്നു. പട്ടി വല്ലതും എടുത്തോണ്ട് പോവോ ചെരുപ്പ്? മക്കളെ, എന്തോ ഇവിടെ എന്തോന്ന് കറി? അയില കിട്ടി, ഇച്ചിരി വറുക്കുകയും ചെയ്തു. അവിടെ ഒന്നും കിട്ടും, കറി വെച്ചില്ല. അവള് ഡാൻസ് പഠിപ്പിക്കാനൊക്കെ പോയിട്ട് വന്ന് ചന്തയിൽ കയറിയപ്പോഴത്തേക്ക് മീനൊന്നുമില്ല, എല്ലാം കെട്ട മീൻ, അത്രയും ഇല്ലായിരുന്നു. പിന്നെ ചെറുക്കാനാണെങ്കിൽ ചോറുണ്ണാൻ വന്നിരിക്കുന്നു. ഇച്ചിരി കറി എടുക്കാനാ ഞാൻ വന്നത്. അമ്മാവന് വേണ്ടിട്ടാ? അമ്മയൊക്കെ കഴിച്ചോ? ഞാനും അവിടെ പോയിട്ട് കഴിക്കാൻ ചോദിച്ചു. കാരണം അവനാണെങ്കിൽ മീനില്ലാതെ ഇറങ്ങത്തില്ലല്ലോ, അതല്ലേ കഷ്ടം. എന്റെ പൊന്നു ഇന്ന് എന്താന്ന് പറയുമ്പോ ഭയങ്കര വിശപ്പ്. ഇച്ചിരി തന്നിട്ട് ഒന്ന് കഴിക്കുക. എന്താന്നാവോ നെയ്യാത്തെന്ന് ഇച്ചിരി ക്ലീറ്റോ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇച്ചിരി 2-3 വെച്ചാൽ മതി. ഇവിടെ വലിയ ഗുണമൊന്നും ഇല്ല, ഉള്ളതും മതി. സൂപ്പർ സൂപ്പർ. കളിക്കല്ലേ? ഇയാള് ട്രെയിൻ ചെയ്യാന്നോ? ഇയാള് ഇവിടുന്ന് റോക്കറ്റ് പോകാത്തത് ഇടാൻ വിട്ടു. സൂപ്പറായിട്ട് പോയല്ലോ. ഞാൻ കുറച്ച് ഊട്ടി മാനോടെ കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. അകത്തുണ്ടോ? അകത്തില്ലെന്ന്. പുറത്തുണ്ടോ? ഇല്ല. നീ പറമ്പിലോട്ടോ റോഡിലോട്ടോ കാണാൻ പോയോ? നമുക്കറിയത്തില്ലെന്ന്. പിന്നെ നേരത്തെ കണ്ടെന്ന് പറഞ്ഞതോ? അത് മുമ്പേ കണ്ട്, ഇപ്പൊ കണ്ടില്ല. ഇപ്പൊ കണ്ടില്ല. ഈ കസേര ഇരുന്നല്ലേ പറഞ്ഞേ? കസാരയിൽ ഇരുന്ന് ഇപ്പൊ കണ്ടില്ല. ഇപ്പൊ അവിടെ ഉണ്ടാ അമ്മ അപ്പൂപ്പൻ. ഇപ്പൊ കണ്ടില്ല. ഞാൻ നോക്കിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായില്ല. പിന്നെന്തു? അവസാനമായിട്ട് ചോദിക്കുക, അമ്മാവൻ നിങ്ങൾ എത്ര നേരമായി കണ്ടിട്ട്? കുറച്ച് മുമ്പ് കണ്ടു, പിന്നെ കണ്ടില്ല. പിന്നെ കണ്ടില്ല. കുറച്ച് മുമ്പ് കണ്ട്, പിന്നെ കണ്ടില്ല. ആരാണ് മുമ്പ് കണ്ടത്? ഞങ്ങൾ രണ്ടുപേരും കളിച്ചോണ്ടിരുന്നപ്പോ അങ്ങോട്ട് കണ്ടു. പിന്നെ കാണാതിരുന്നത് ആരാണ്?
നമ്മൾ രണ്ടുപേരും കണ്ടില്ലെന്ന്. നിങ്ങളല്ലയോ പറഞ്ഞ എന്നെ നേരത്തെ കണ്ടെന്ന് പറഞ്ഞത്, പിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞതാരാ? അത് നേരത്തെ കണ്ട്, ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഓരോന്ന് ചോദിക്കുന്നതിന് മറുപടിയും പറയാതെ ഇറങ്ങിക്കോളൂ. കണ്ടു കണ്ടില്ല. വാ, നമുക്ക് കേറാം. ചേച്ചി അങ്ങനെ വിശക്കുമ്പോ വന്ന് കഴിച്ചോളും. ചേച്ചി എടുത്ത് കഴിക്ക്. അത് കൊള്ളാമല്ലേ. ഞാൻ തങ്കത്തിൻ്റെ വീട്ടിൽ പോയി ഇതൊക്കെ ഒപ്പിച്ചും കൊണ്ടുവന്ന് വെച്ചിരിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഊണ് കഴിക്കുന്ന സമയത്ത് അവൻ പുറത്തിറങ്ങിപ്പോ. എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ളവർ കാത്തിരിക്കണം. ചേച്ചി കഴിക്കുന്നതാ നല്ലത്. നേരമായെന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചു. ശരിക്കും കൈ പെരുപ്പാണോ അതോ കഴപ്പാണോ, എന്താണ്? എനിക്ക് കൈ കഴപ്പാണ്. കൈ കഴപ്പെന്ന് വെച്ചാൽ എന്തോന്നാ, അതെനിക്ക് സഹിക്കാടാ. അതല്ല, ഈ ചെരുപ്പ് ഊരിട്ട് 1 മിനിറ്റ് നിൽക്കാനൊക്കത്തില്ല. വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന എനിക്ക് കാലിനൊരു ഇത്. അതാണ് എനിക്കിപ്പം ഏറ്റവും ചെരുപ്പ് ഊരാൻ പറ്റുന്നില്ല. ശ്രീകാര്യത്തെ പുതിയൊരു തിരുമല കേന്ദ്രം ഗവൺമെന്റിന്റെ കണ്ടാണ്. അവിടെ പോയി 2 ദിവസം എണ്ണത്തോണിലും കിടന്ന് നസ്യം ചെയ്ത് ഉഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ നല്ല കിടുക്കാച്ചിയായി ചെറുപ്രായോ പോയാലോ. പൈസ കൊടുക്കും. 60 വയസ്സ് കഴിഞ്ഞവർക്ക് തുച്ഛമായ പൈസ എന്തോ ഉള്ളൂ. തന്നെ പേപാട്ട് എടുക്കുവാണെങ്കിൽ അതിന് പൈസ എടുക്കണം. നീ ഒരു കാര്യം ചെയ്യേ, കനകന്റെ കൂടെ ഒന്ന് പറയടാ. ഞാൻ പറയാനോ? കനകനൊന്ന് പറ. ഞാൻ പറയാം. നീ കൂടെ ഒന്ന് പറ. പക്ഷെ കനകമ്മച്ചമ്മ എന്നിട്ട് അമ്മയ്ക്ക് പോണോന്ന് ചോദിക്കുമ്പോ എനിക്കറിയത്തില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയരുത്. സ്ഥിരം പരിപാടിയത്. അമ്മ വരുന്നല്ല. എടാ, നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ചോറ് വിളമ്പിയതോടെ നിന്നെ നോക്കി എത്ര നേരം ഇരുന്നെന്ന് നിനക്കറിയാമോ? ഞാൻ പോലും കഴിച്ചില്ല, നിനക്കറിയാമോ? ആ എവിടെ കണ്ട് കയറി വയറ് നരച്ചടിച്ചു പിരിക്കിട്ടുണ്ട്. അമ്മാനത് എവിടെ പോയിരിക്കായിരുന്നു? അമ്മ എത്ര നേരം ചോറ് വിളമ്പി വെച്ച് കാത്തിരിക്കുന്നു. നീ വന്ന് ചോറ് കഴിച്ചേ. ഈ ചോറൊന്നും വേണ്ട, ഞാൻ ചോറ് കഴിച്ചു. കഴിച്ചെന്ന് വയറ് നിറച്ച് ഊണ് കഴിച്ച്. എവിടെന്ന്? ഞാൻ അമ്പലത്തിന്. അമ്പലത്തിലാ? ആടി, ഞാൻ ഇവിടെ വന്നിങ്ങനെ ഈ കസേരയിൽ ഇരിക്കുമ്പോ ഇവിടെ ഒരു നോട്ടീസ് ഇരിക്കുന്നുണ്ട്, സുബ്രഹ്മണ്യം കോവിലത്തെ. അത് വായിച്ചു നോക്കിയപ്പോ അതിൽ അന്നദാനം എന്ന് എഴുതിയുണ്ട്. അപ്പൊ കറക്റ്റ് സമയല്ലേ, നേരെ അമ്പലത്തിന്റെ അവിടെ പോയപ്പോ അന്നദാനം കൊടുക്കുന്ന സമയം. എന്താ പിന്നെ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? ഇവിടെ മീൻകറി ഇല്ലാഞ്ഞിട്ട് അമ്മ ചേച്ചി എടുത്ത് പോയി മീൻകറിയും മീൻ വറുത്തതും ഒക്കെ വാങ്ങിച്ചു വെച്ച് അമ്മാവിന് വേണ്ടിട്ട് കാത്തിരിക്കുവായിരുന്നു. അമ്മ അവന് ഒരു വാക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു. വല്ല ചാണകപ്പൊടിയോ കിഴങ്ങ് ഒഴുകിയതൊക്കെ മേടിക്കാൻ എന്നെ വിളി. ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മളെ കൂട്ടത്തില്ല. എടാ, ഞാൻ കഴിക്കണമെന്ന് കരുതി പോയതല്ല, അവിടെ ചെന്നപ്പോ കറക്റ്റ് സമയമായപ്പോ പെട്ടു എന്ന് മാത്രം. ചേച്ചേ പോണട്ടോ, 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ഇതെന്താ ദേഷ്യപ്പെട്ടു പോണു? ഒരു ദേഷ്യം വരുത്തിന് അമ്മാവിന് വേണ്ടിട്ട് ഇത്ര നേരം കാത്തിരിക്കുവായിരുന്നു അമ്മ. അപ്പൊ വൈകിട്ട് അതിൽ കഴിച്ചൂടെ? പോയിട്ട് ക്യൂന് നിന്ന് കാണുമല്ലോ. ഞാൻ നല്ല വർഷോപ്പിനെല്ലാം വരുമ്പോഴത്തേനും ഭയങ്കര 1 കിലോമീറ്ററോളം ക്യൂ നിൽക്കുന്നുണ്ട് അമ്പലത്തിലോടുന്ന ആൾക്കാർ. അപ്പൊ അച്ചാച്ചൻ ഇന്നലെ കയറി. അത് ഞാൻ അങ്ങനെ കയറിയതല്ല. ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട് അമ്പലത്തിന്റെ കമ്മോട്ടിലോട്ട് നല്ല തിളയ്ക്കുന്ന സാമ്പാറിന് വേണം. അപ്പൊ വേനൊരിച്ചിരി ചോറ്, ഭഗവാന്റെ പ്രസാദമല്ലേ. നീ ക്യൂല പോയി നിന്നിട്ടല്ലേ കഴിച്ച്? എനിക്ക് ക്യൂലൊന്നും നിൽക്കണ്ട. പിന്നെ ക്യൂനിക്ക് ഞങ്ങൾ കമ്മിറ്റിക്കാരല്ലേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ വിളമ്പിത്തര. അവിടെ നല്ല ചുറുറുപ്പുള്ള ഉപദേശ കമ്മിറ്റി പയ്യന്മാരുണ്ട്, മാര് പിടിച്ചു തള്ളും. എടാ, ബുദ്ധി ഉപയോഗിക്കണം. നമ്മൾ നേരിട്ട് അന്നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പോണ പോലെ പോവരുത്. പിന്നെ ചെന്ന വഴിക്ക് അങ്ങോട്ട് ഉമ്പലിക്ക് ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ക്യൂര് നോക്കിയിട്ട് അതെ ആ ഉമ്പലിക്ക് കയറിക്കല്ല, അങ്ങോട്ട് നേരെ നിൽക്ക്, ഒരു വരിയായിട്ട് നിൽക്ക്. എന്നിട്ട് ഓരോരുത്തർ കയറ്. ആടോ അവിടെ സാമ്പാർ കൊടുക്ക്. അവിടെ എന്താ ഇഞ്ചിപ്പുളി കൊടുത്തിട്ടില്ലല്ലോ, ഇതാ ഭക്ഷണം കഴിച്ചവരുടെ ഇല ഇരിക്കണം, എടുത്ത് മാറ്റ് പറഞ്ഞിട്ട് അത് എടുത്ത് മാറ്റി അവിടെ അങ്ങോട്ട് നിൽക്കണം, അവിടുത്തെ ഒരാളായിട്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് സഹായിച്ചു നോക്ക്. അപ്പൊ കമ്മിറ്റിക്കാരും എടുത്തിട്ട് വന്നിട്ട് പറയും, ചേട്ടാ നാളെയും വരണം കേട്ടോ, നിങ്ങളുടെ സഹായം അടിപൊളിയാന്ന് പറയും. പിന്നെ നേരിട്ടാണ് പോവാ. അങ്ങനെ കൊള്ളാലോ ഐഡിയ. ഇന്നിപ്പോ 2-ാം ദിവസം, 7 ദിവസമാണ് അവിടെ അന്നദാനം. ഇനി 5 ദിവസം ഉണ്ട്, കാലത്ത് ഉച്ചക്ക് വൈകിട്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇനി 5 ദിവസം ഇവിടെ ഭക്ഷണം വയ്ക്കണ്ട, നമുക്ക് അമ്പലത്തിൽ പോയി കഴിക്കാം. അത് തന്നെ. ഈ അമ്മാൻ റൊണാൾഡോ അച്ചാച്ചനെ പോരായ പറഞ്ഞു മാത്രം, ഭഗവാന്റെ ഭക്ഷണ. അതെ, ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഉണ്ടാക്കണത്. ഒന്ന് ഉറങ്ങട്ടെ. ക്ഷീണം തെണ്ടിക്കും വരും. അതാ ഉണ്ടാൽ ക്ഷീണം തെണ്ടിക്കൊന്നല്ലേ? ഉണ്ടാൽ ക്ഷീണം തെണ്ടിക്കും. അല്ല, ഉണ്ടാൽ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. ആരോടും ഉണ്ടാണ്ട് ഇന്നലെ പോയി ഞണ്ണിയില്ലേ മൂട്ടുകാലായിട്ട് ഞാൻ. അവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ ഹിന്ദുക്കൾക്ക് മാത്രമൊന്നും, എല്ലാവർക്കും കഴിക്കാം, അന്നദാനം ഇല്ലേ? ഞാൻ പോവും. അമ്മായി, അമ്മാനിത് എവിടെ? താമസിച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തെ കഞ്ഞിയും പുഴുക്കും വിളിക്കോ. ഒരുങ്ങോ
എന്തോ ഒരു കഞ്ഞി കുടിക്കാൻ പോകുന്നതിന് കഞ്ഞിയും പുഴുക്കും ഡിസ്കോ തീർന്നു. ഇത് സംഭവം അറിയോ, പകല് വരാത്ത കുറെ ടീമുണ്ട്. ഇവരെല്ലാം രാത്രി തിരക്ക് കുറവായിരിക്കും കരുതിയാ വരുന്നത്. രാത്രി ആള് ഏറ്റവും കൂടുതൽ തിരക്കായിരിക്കും. മതി കേട്ട കൊറേ സമയമായി കാണാം. ആദ്യം മൊബൈൽ വേണ്ട. അയ്യോ മക്കളെ ഇച്ചിരി നേരം കൊടുത്തപ്പോഴവൾ അങ്ങോട്ട് മുറുക്ക നിക്കുന്നേ കൈക്ക് ബലമില്ലേ? ഞാനങ്ങ് ഞെക്കിത്തരും കേട്ടോ. ഇടിച്ചു കഴുത്തിന് നീ പണ്ടൊക്കെ ഇടിച്ചേക്കണേന്റെ എനിക്കിപ്പോ വേദന. ഇനി അത് പൊക്കോട്ട് വരാണ് കേട്ടാ. പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ നീ എന്തോരം എന്നോട് തല്ലുടിച്ചിട്ടുണ്ട്. ആ പണ്ടിടിച്ചതിന്റെ നീരിപ്പോഴാണോ വരുന്നേ? അതാണ് ആ ശരീരത്തിന് അങ്ങനെയല്ലേ മേ? കേട്ടിട്ടില്ല, 40 വർഷത്തിന് ശേഷം കേസ് തെളിഞ്ഞെന്ന്. അതേപോലെ നീരും തെളിഞ്ഞു. അയ്യോ കറണ്ട് പോയാ? പവർ കട്ടാന്ന് തോന്നുന്നുണ്ടേ. പവർ കട്ടാ? ആ ഇത് തക്കുടു ലൈറ്റ് ഓഫ് ചെയ്തേ. മക്കളെ ലൈറ്റ് ഓൺ ചെയ്യ്. ലൈറ്റ് ഇടറാ. അതല്ലേ പവർ കട്ട് വരാൻ സാധ്യതയില്ലല്ലോ. എന്റെ ചേച്ചിനെ ആരാ മെമ്പറാക്കിയത്? എന്തേ ഈ പവർ കട്ട് നിർത്തിയിട്ട് എത്ര വർഷമായെന്ന് അറിയോ? 9 വർഷമായി. ആണല്ലേ? പിന്നല്ലേടി നീ ഇത് ഏതിലാ ഉപയോഗിക്കുന്നത്? പവർ കട്ട് എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ കറണ്ട് പോകും. അത് ഇതുപോലെ നമ്മളെ പിള്ളേർ എന്തെങ്കിലും കാണിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഷോർട്ട് സർക്യൂട്ട് വരുന്നതൊക്കെയാണ്. എടി നമ്മള് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട്, അത് പോരാഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് കറണ്ട് വാങ്ങുന്നുണ്ട്. ഇപ്പൊ അതിന് കുറെ നാളത്തെ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ അമ്മ പിന്നെ നമ്മൾ ഒന്നും പേടിക്കണ്ട. വേനൽക്കാലത്ത് നമുക്ക് കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റും. ഏകദേശം 60 മെഗാവാട്ട് ഉണ്ടെന്നാ പറയുന്നത്. ഈ തൊട്ടിയാറിലെ ജലവൈദ്യുത പദ്ധതി എല്ലാം പണിയെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ, നീ വായിച്ചില്ലായിരുന്നു? ആര്? ഞാനിപ്പൊ വായിക്കാറുണ്ട്. എടി മെമ്പറെ, കപ്പലണ്ടി പൊതിഞ്ഞോണ്ടിരുന്നെ വായിക്കണേ നീ. ഇപ്പൊ വായിക്കാറുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം വെച്ചാല് 24 മെഗാവാട്ടിന്റെ ചിന്നാർ ജലവൈദ്യുത പദ്ധതി, മാങ്കുളത്തെ 40 മെഗാവാട്ട് ജലവൈദ്യുതി കൂടെ പ്രാവർത്തികമാകും ഈ വർഷം. പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. ഇഷ്ടംപോലെ കറണ്ട് ആവും അല്ലേ? അതായത് കറണ്ടിന്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേടി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഉത്പാദനം കൂട്ടണം. അത് നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയല്ലേ? പണ്ട് എന്തൊരു പാടായിരുന്നു, എല്ലാ ദിവസവും അരമണിക്കൂർ. ഓ സത്യം, അരമണിക്കൂർ പവർ കട്ട് കേൾക്കുമ്പോ തന്നെ നമുക്ക് ദേഷ്യം വരും. ഒരു ദിവസം 7:30 to 8, 8:30 to 9 അങ്ങനെ ചൂടത്ത്. ഒരു ഉറപ്പാ, കനകമച്ചമ്പി പറഞ്ഞത് മുഴുവനും തങ്കഞ്ചേട്ടത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പഞ്ചായത്തിന്റെ പ്രസംഗത്തില് പള്ളിവാസലിൽ എന്താണ് നടന്നത്, എത്ര പാട്ട് നമ്മൾ വിറ്റ്. ഒതുങ്ങി കളിക്കടാ, വീഴു. ഓ അന്നദാനം കഴിക്കാൻ തന്നെ പോണത്. അമ്പലത്തിലേക്കാടാ, അവിടെ പുഴുക്ക് ചമ്മന്തി ഇല്ലേ? പിന്നെ അത് അറിയാഞ്ഞിട്ട് അതിന്റെ സുഖം. നേരം പഠിക്കാം, പോവാ. ഒന്നാമത് ഡ്രൈവർമാരുടെ പരിപാടിയാണ്. പുറകെ പോയിക്കോ, എവിടെ പോണെന്ന് നോക്കൂ. ഭജന കഴിഞ്ഞിട്ടില്ലേ ഭക്ഷണം കൊടുക്കും. അത് നേരത്തെ കഴിച്ചു. ചുബയും മുണ്ടോ കൊടുത്തോണ്ട് കഞ്ഞി കുടിക്കാൻ പോവാ. ഇല്ലാത്ത തള്ളും. തക്കുടു വായോ, ഡാ വാ, വന്ന് കിടക്കാ വാ. കനകന്റെ സ്കൂട്ടർ കാണാനില്ല. അല്ല അത് പിന്നെ പണ്ട് കഴിവാറ് സ്റ്റേഷനിൽ പോവാറില്ല. എന്തെങ്കിലും കാര്യത്തിന് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതാവും. അതെ അതെ, ഇപ്പൊ വരും. ലിപ്പണ്ടേ മരുവന്റെ മോള, പോലീസുകാരന്റെ വൈഫാ. ആ കനകനെവിടെ? വീട്ടിനെന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി. എങ്ങടെ പോയി? എങ്ങോട്ടാന്ന് പറഞ്ഞില്ല, കുറച്ച് വൈകൂന്ന് പറഞ്ഞു. അയ്യോ, ഇത് നമ്മുടെ സുബ്രഹ്മണ്യം കോവിലിൽ ഇപ്പൊ അന്നദാനം നടക്കണില്ലേ, അതിന്റെ കമ്മിറ്റിക്കാരാ. പേടിക്കണ്ട, പോലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഓക്കെ അവ അനുസരിച്ചോളും. പെർമിഷൻ കിട്ടും, പേടിക്കണ്ട. ആനല്ലേ പറയും, ധൈര്യമായിട്ട് വയ്ക്കും. പിന്നെ അഥവാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചുവാണെങ്കിൽ കനകം പോലീസ് മച്ചമ്പിയുടെ അളിയൻ റൊണാൾഡോ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ശരി ശരി ശരി. ഗാനമേള നടക്കട്ടെ. ഓക്കെ ആയിക്കോട്ടെ. ശരി. നാളെ അമ്പലത്തിൽ ഗാനമേള ഉണ്ടല്ലോ. ഇപ്പൊ 10 മണി വരെ മൈക്ക് സാങ്ഷൻ ഉള്ളു അമ്പല പരിപാടികൾക്കൊക്കെ. അമ്പലപരിപാടി നല്ല രാത്രി പരിപാടി 10 മണി വരെ മൈക്ക് സാങ്ഷൻ ഉള്ളു. അപ്പൊ പരിപാടി എങ്ങനെ നീണ്ടുപോയാൽ അടിയെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാണ് പോലീസുകാർ മാറിയിരിക്കുന്നത്. അപ്പൊ കനകമച്ചമ്പിയോട് ഒന്ന് സംസാരിച്ചേ, ഒരു പക്ഷെ നീണ്ടുപോയാലും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒന്ന് ഇടപെടാൻ വേണ്ടിയിട്ട് അമ്മ സംസാരിച്ചിട്ടുണ്ടല്ലോ. 10 മണിക്ക് ശേഷം പെർമിഷൻ കൊടുക്കില്ല എന്നാ പറഞ്ഞിട്ടുണ്ടായി.
അപ്പനൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നീട്ടി കൊടുക്കാവുന്നല്ലോ. അപ്പൊ ഏട്ടൻ ഇടപെട്ട് അങ്ങനെ പറ്റുമോ? പിന്നെ പറ്റില്ലേ? അതല്ലേ നാട്ടുകാർ പറഞ്ഞാ കേൾക്കും. അത് പറഞ്ഞതാ. നാരങ്ങ ഇരിപ്പുണ്ടല്ലോ പെണ്ണെ. നാരങ്ങ നാരങ്ങ വെള്ളത്തിനാണോ? പോയി വാങ്ങിച്ചോണ്ട് വന്നാ പിഴിഞ്ഞാല്. തീറ്റ തിന്നറിയാം ഇവിടുന്ന്. ഭക്ഷണമെന്ന് കരുതിട്ട് ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരു കൺട്രോൾ വേണ്ട ഭക്ഷണം കഴിക്കും. നീ എത്ര പ്രാവശ്യം പായസം അടിച്ചു കുടിച്ച്? പായസം അത് കുടിക്കാൻ ഉണ്ടാക്കി വെക്കുന്നില്ലേ? പിന്നെ എന്നും ഉച്ചയ്ക്ക് പായസല്ലേ? നാളെ ഞാൻ വരുന്നില്ല. നിങ്ങൾ അങ്ങ് അല്ലല്ല, അമ്പലകാര്യത്തിന് വരണോടാ. എത്ര ഭക്ഷണം കഴിക്കണം അത് ഭഗവാൻ. അന്നദാനം എന്നാണ്, അന്നദാനം. എത്ര വേണേലും കഴിക്കാം. അതിനവിടെ എന്നാ പോയിട്ട് നാരങ്ങ കലക്കെങ്കിൽ കഞ്ഞവെള്ളം കുടിച്ചോളാം. എടാ എനിക്കിത്തിരി കൊണ്ടുപോടാ, കലക്കാൻ പറയടാ. ഓവർ ഫാറ്റ് കൊണ്ട് വിഷമിച്ചിരുന്ന സമയത്താണ് ജെറൂഷിന്റെ കൂൾ സ്കൾപ്റ്റിംഗ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. നോ പെയിൻ, നോ സർജറി, 100% സേഫ്, വിസിബിൾ റിസൾട്ട്. ആത്മവിശ്വാസം തിരികെ നേടാം വെറും കുറഞ്ഞ സമയത്തിനുള്ളിൽ പെർഫെക്റ്റ് ബോഡി. അല്ല, എന്താണ് അമ്മാവന്റെ ഉദ്ദേശം? ഞാൻ നിന്റെ അമ്മാവനാണെന്ന് അവരറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ ശരിയാക്കി തരുമെന്നാണ് അവർ വിചാരിച്ച്. പിന്നെ റൊണാൾഡോ പറഞ്ഞു മഷബ് വിചാരിച്ചാൽ ചിലപ്പോൾ നടത്തി കൊടുക്കാൻ പറ്റുന്നോ. അപ്പം ഞാൻ ആക്കി കൊടുത്തു. എന്റെ അമ്മാവ് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? അല്ല, ഇത് അങ്ങനെ മനഃപൂർവ്വം കയറി പറഞ്ഞതല്ല. പിന്നെ ഞങ്ങള് അന്നാനത്തിന് അവിടെ നിൽക്കുമ്പോൾ ഈ കമ്മിറ്റിക്കാരിങ്ങനെ ഈ സൗണ്ടിന്റെ ഈ പരിമിതിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു തർക്കം പോലെ വന്നപ്പം അമ്മാവൻ 1-2 അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ അത് മുഖവിലിക്കെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അമ്മാവനായിട്ട് അങ്ങനെ പറഞ്ഞപ്പം ഞാനൊരു സാധാ പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഞാനല്ലല്ലോ ഇതിന്റെ പെർമിഷൻ കൊടുക്കുന്നത്. ഇതിന്റെ പെർമിഷൻ കൊടുക്കാൻ അധികാരികൾ ഇവിടെ ഉണ്ടല്ലോ. അവരല്ലേ വന്ന് കാണേണ്ടത്, അവരല്ലേ പെർമിഷൻ കൊടുക്കേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞ ആരെങ്കിലും പെർമിഷൻ കൊടുക്കുമോ? അതൊക്കെ മനസ്സിലായിക്കൂടെ നമുക്ക്? SHO ഉണ്ട് അവിടെ, അദ്ദേഹത്തെ കാണണം, സംസാരിക്കണം. അദ്ദേഹം പെർമിഷൻ തന്നാൽ എന്തുകൊണ്ടും ചെയ്യാം. ഏട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കേട്ടാ. അവിടെ പോയി പറഞ്ഞിട്ട് വന്നാണ്. എടി, കോടതി നിർദ്ദേശമുണ്ട് 10 മണിക്ക് ശേഷം ഉത്സവപ്പറമ്പിലെ അല്ലെങ്കിൽ അമ്പലത്തിന്റെ ശബ്ദങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല. അല്ല, അതുകൊണ്ടാണ് അവര് ചോദിച്ചാൽ കേക്കത്തില്ലേ? അതാണ്, അതിനാണ് കോടതിയില്ല. അല്ല, SHO എടുത്തു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു SHO ചെയ്തു കൊടുത്തു. അപ്പൊ ആരോ കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ പേരിൽ അദ്ദേഹത്തെ പണിഷ്മെന്റ് കിട്ടി. എന്തെങ്കിലും പ്രശ്നമായിപ്പോയാ എന്റെ തലയിൽ വീഴും അവസാനം എല്ലാം കൂടെ. അന്ന് വേണ്ട അമ്മാവാ. അല്ല, ആരും കംപ്ലൈന്റ് കൊടുക്കാണ്ടിരുന്ന രക്ഷപ്പെടില്ല. ഈ ആളുകളെ മനസ്സ് നമ്മുടെ കയ്യിലാണ് അമ്മാവായിരിക്കുന്നത്. പൊതുജനം പല വിധമാണ്, അവരെന്തും ചെയ്യും. ഏത് നിമിഷം ഏത് മനുഷ്യൻ എന്ത് നേരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആൾക്കും അറിയില്ല. ഇപ്പോ ഞങ്ങളിപ്പോ എന്താ എന്നെ ഇത് വിട്ടേക്കണം മാമ. ഞാൻ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കും, ഞാൻ വെറും ഒരു സാധാ പോലീസുകാരനാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികൾ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ? നീ പറഞ്ഞൊന്നുമില്ല. ഇപ്പം അമ്മാവനെങ്കിലും കുറച്ച് മൂളുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ഞാൻ എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ ഇത് ഇത്ര വലിയ സീരിയസ് സാധനം അറിയില്ല. ഇനിയിപ്പോൾ അവരത് കണ്ടിട്ട് പറ്റാത്ത പണി എന്തിനെടുത്ത് വെച്ച് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ നാണക്കേട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആദ്യം ആലോചിക്കണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യം നമ്മൾ ആലോചിക്കണ്ടേ അല്ലേ? നാണം കിട്ടിട്ടുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. അല്ല, നിയമപരമായിട്ട് നടക്കില്ലല്ലോ, പിന്നെ വേണ്ട. നടക്കത്തില്ലല്ലോ. ഞാനേ അല്ല, ചായ വേണം. നല്ല തിരക്ക് കാണുന്നു. അന്ന് നല്ല തിരക്കുണ്ടാവും. പിരിവ് നേരെ തീർന്നില്ലേ? നിങ്ങളിത് എന്താ ഈ വഴിക്ക്? നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്തോ പണിയാ കാണിച്ചേ? എന്താ പണി കാണിച്ചേ? നിങ്ങളല്ലേ മറ്റേ പോലീസുകാരെ മറ്റേ സാങ്ഷൻ മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞത്. നമ്മൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം 10 മണിക്ക് പൂട്ടിക്കെട്ടാനാണ് പറയുന്നത്. നിങ്ങളല്ലേ ആരോ പോലീസുകാരനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നത്. അല്ല, മരുവൻ കരുതിയത്, പക്ഷെ അങ്ങനെ ഒരു നിയമം ഇല്ലാത്ര. അതറിയുന്നോണ്ടാണല്ലോ നമ്മളൊന്ന് കുറച്ച് കൂട്ടി തരണം, ഒന്ന് മേടിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നത്. അതെ, അബദ്ധം പറ്റിപ്പോയി. ഇന്നലെ വന്ന് കമ്മറ്റിക്കാരെ പോലെ വന്ന് നിന്ന് കഴിച്ചല്ലോ. ഇന്ന് ക്യൂവിൽ നിന്ന് കഴിച്ചിട്ട് പോയാ മതി. നാണം കെട്ടിന് അങ്ങോട്ട് പോണം. പോണ്ടല്ലേ? പോണ്ട.
ബാക്കിയുള്ള കമ്മിറ്റിക്കാർ ഇതേപോലെ തെരഞ്ഞിരിക്കാതിരിക്കത്തില്ലേ? എത്രയോ നാട്ടാർ മുമ്പ് ഉമ്മാര് പറഞ്ഞതിന്റെ അപ്പുറം ഉമ്മാര് പറയത്തില്ലേ? പോണ്ടല്ലേ? അതുമല്ല, ഈ അന്നദാനം ഒരു അടുപ്പിച്ച് 3-4 ദിവസം കഴിച്ചാൽ ഈ പറയുന്ന വലിയ രുചിയൊന്നുമില്ല. അതില്ല. അതെ, വല്ലപ്പോഴും ഒരിക്കൽ. അത് മാത്രല്ല, നമ്മൾ ഈ എന്നും പോയിട്ട് ഈ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കണം വീട്ടിലെല്ലാവർക്കും അത്ര ഇഷ്ടമല്ല. കഷ്ടമായിട്ട് ദില്ലിക്കൊന്നും അത് അങ്ങോട്ട് പിടിക്കണില്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ നിന്ന് കഴിക്കാനാ. പിന്നെ യാതൊരു കാരണവശാലും ഈ സംഭവം വീട്ടുകാരറിയാം. അറിയിച്ചല്ലേ? മാറിക്കാം, വിട്ടോ, കൈ വിട്ടോ. ചേച്ചി എന്താ? ആ, വന്നു. പോകാം. പോവാം. കൂട്ടുണ്ടല്ലോ. മതി മതി വരത്തില്ലേ? അവരെനിക്ക് പോയിട്ട് വരുന്നുണ്ടോ? എന്തേ നിങ്ങളെല്ലാവരും കൂടി എങ്ങടാ എവിടെ പോണു? ഞങ്ങൾ അമ്പലത്തിൽ അപ്പൊ ഇവിടെ ഒന്നും വെച്ചില്ലേ? അന്നദാനത്തിനോട് ഇവിടെ വെക്കുന്നേന്ന് തോന്നുന്നേ. അമ്മാവനല്ലേ പറഞ്ഞത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി കഴിക്കാന്ന്. ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നും കഴിക്കാൻ പറ്റില്ല, ഇന്ന് പോവാന്ന്. ഇന്ന് എന്തായാലും പോവാന്ന് വിചാരിച്ച്. പോകാം നമുക്ക്. ബാമേ, കഴിച്ചിട്ട് വരാവേ കേട്ടോ. പോയിട്ട് വരാം.